ഐതിഹ്യമാല അധ്യായം 45. പൂന്താനത്ത് നമ്പൂരി. പൂന്താനത്ത് നമ്പൂരി വേദാർഹനല്ലാത്ത ഒരു ബ്രാഹ്മണനായിരുന്നുവെന്നാണ് കേട്ടിരിക്കുന്നത്. ബാല്യകാലത്ത് കുറച്ച് ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇല്ലം ബ്രിട്ടീഷ് ക്ഷമയിൽ അങ്ങാടിപ്പുറം എന്ന ദിക്കിലായിരുന്നു. പൂന്താനത്ത് നമ്പൂരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ജീവിച്ചിരുന്നത് ഒരു കാലത്താണെന്ന് കാണുന്നു. ഭട്ടതിരിയുടെ നാരായണീയം ഉണ്ടാക്കുന്നതേ തീർന്ന് അതിലെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള കലിസംഖ്യം കൊണ്ട് കൊല്ലവർഷം 762 ആണ്ട് വൃശ്ചിക മാസം 28 തീയതിയാണെന്ന് നിശ്ചയിക്കാമല്ലോ. അതിനാൽ പൂന്താനത്ത് നമ്പൂരി ജീവിച്ചിരുന്നത് കൊല്ലം 8 ശതാബ്ദത്തിലായിരുന്നുവെന്ന് തീർച്ചപ്പെടുത്താവുന്നതാണ്. പൂന്താനത്ത് നമ്പൂരിക്ക് വളരെ ആഗ്രഹിച്ചിരുന്ന സീമന്തപുത്രനായിട്ട് ഒരു ഉണ്ണിയുണ്ടായി. ആ ഉണ്ണിയുടെ അന്നപ്രശനം അടിയന്തരം പ്രമാണിച്ച് സ്വജനങ്ങളുടെ ഇല്ലങ്ങളിലെല്ലാം ക്ഷണിച്ചിരുന്നു. മുഹൂർത്തം രാത്രിയിലായിരുന്നു. ക്ഷണപ്രകാരം വന്നു ചേർന്ന അന്തർജനങ്ങൾ അവരുടെ വസ്ത്രാഭാണ്ഡങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഉറക്കിക്കിടത്തിയിരുന്ന ഉണ്ണിയുടെ മീതെ അറിയാതെ കൊണ്ടു ചെന്നിട്ടു. ചോറൂണിന് മുഹൂർത്തമെടുത്തപ്പോൾ ഉണ്ണിയുടെ അമ്മ ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കുവാനായി ചെന്നപ്പോഴേക്കും ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കും വിശേഷിച്ച് ഉണ്ണിയുടെ മാതാപിതാക്കന്മാർക്കും ഉണ്ടായ വ്യസനം എത്രമാത്രമായിരുന്നുള്ളത് പറയണമെന്നില്ലല്ലോ. പ്രകൃത്യാ തന്നെ ഒരു വിഷ്ണു ഭക്തനും സാധുവുമായിരുന്ന പൂന്താനത്ത് നമ്പൂരി ഉണ്ണി മരിച്ചതോടും കൂടി ഒരു വിരക്തനും കൂടി ആയിത്തീർന്നു. അദ്ദേഹം തൻ്റെ പുത്രൻ മരിച്ചതിനാലുള്ള വ്യസനത്തോടുകൂടി ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായ ജ്ഞാനപ്പാന. അത്യന്തം ദുസ്സാഹസമായ വ്യസനങ്ങളിൽ നേരിടുന്ന കാലങ്ങളിൽ ഈ ജ്ഞാനപ്പാന വായിച്ചാൽ മനസ്സിന് വളരെ സമാധാനമുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ഇതെല്ലാവർക്കും അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം വളരെ ലളിതവും സരസവുമായിട്ടുള്ള ഒരു കൃതിയാണ്. ഉണ്ണി മരിച്ചതിന് ശേഷം പൂന്താനത്ത് നമ്പൂതിരി കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്നു. അക്കാലത്താണ് ഭജനത്തിനായി മേൽപ്പത്തൂർ ഭട്ടതിരിയും അവിടെ ചെന്ന് ചേർന്നത്. നാരായണ ഭട്ടതിരി നാരായണീയം ഉണ്ടാക്കുവാനായി ആരംഭിച്ചപ്പോൾ പൂന്താനത്ത് നമ്പൂതിരി സന്താന ഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാനയായിട്ടുണ്ടാക്കുവാൻ തുടങ്ങി. അതിവിദ്വാനും വേദജ്ഞനുമായിരുന്ന ഭട്ടതിരിക്ക് ഭാഷാ കവിതയെക്കുറിച്ചും വേദഹീനനും അവ്യുൽപ്പനുമായ പൂന്താനത്ത് നമ്പൂരിയെക്കുറിച്ചും അന്താരത്താൽ വളരെ പുച്ഛമായിരുന്നു. സാധുവായ നമ്പൂരി ആ സൂക്ഷ്മാവസ്ഥ അറിയാതെ ഒരു ദിവസം താൻ ഉണ്ടാക്കിയ ഏതാനുമായിരിക്കുന്ന സന്താന ഗോപാലം പാന ഭട്ടതിരിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് പിഴ നോക്കി തിരുത്തുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണമെന്ന് കേണ് അപേക്ഷിച്ചു. അപ്പോൾ ഭട്ടതിരി ഭാഷാ കവിതയിൽ നോക്കാനെന്തിരിക്കുന്നു, അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ? വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടുമില്ല. അതിനാൽ അത് മുഴുവൻ പിഴ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. പലരും കേൾക്കെ ഭട്ടതിരി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്പൂരി വ്യസനം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുപോയി. ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരവാക്കുണ്ടായി. ഗുരുവായൂരപ്പൻ്റെ ഈ അരുളപ്പാട് കേട്ടപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനവും ലജ്ജയും പശ്ചാത്താപവും ഉണ്ടായി. ഉടനെ ഭട്ടതിരി നമ്പൂരിയെ അന്വേഷിച്ചപ്പോൾ നമ്പൂരി വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു കോണിൽ പോയി കിടക്കുന്നതായി അറിഞ്ഞു. അവിടെ ചെന്ന് ഹേ പൂന്താനം, ഞാൻ പറഞ്ഞതുകൊണ്ട് മുഷിഞ്ഞുവന്ന് കിടക്കുകയാണോ? ഞാനപ്പോൾ ഒരു മനോരാജ്യം വിചാരിച്ചുകൊണ്ടിരുന്നതിനാൽ അങ്ങനെ പറഞ്ഞുവെന്നേ ഉള്ളൂ. പൂന്താനത്തിൻ്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങയുടെ ജ്ഞാനപ്പാന കൊണ്ട് തന്നെ സർവ്വസമ്മതമായിട്ടുള്ളതല്ലേ? പിന്നെ ഞാനെങ്ങനെ നേരംപോക്കായിട്ട് പറഞ്ഞതിന് ഇത്ര മനസ്താപപ്പെടാനുണ്ടോ? സന്താന ഗോപാലം തീർന്നിടത്തോളം കാണട്ടെ, ഞാൻ നോക്കി തിരുത്താനല്ലോ. ഇത്രയും പറഞ്ഞ് നമ്പൂരിയെ സമാശ്വസിപ്പിക്കുകയും സന്താന ഗോപാലം വാങ്ങി തീർന്നിടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ച് വളരെ ശ്ലാഘിച്ച് പറഞ്ഞ് നമ്പൂരിയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. സന്താന ഗോപാലത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്പൂരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ നമ്പൂരിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തുവെന്നും അതിൻ പ്രകാരമാണ് നമ്പൂരി വർണ്ണിച്ചിരിക്കുന്നതെന്നും ഒരു കേൾവിയുണ്ട്. ഭട്ടതിരിയുടെ നാരായണീയം മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്ത് നമ്പൂരിയുടെ സന്താന ഗോപാലം പാനയും കുറതീർന്നതെന്നാണ് കേൾവി. ഭക്തി ശിരോമണിയായ പൂന്താനത്ത് നമ്പൂരിയെ യോഗ്യനാക്കുവാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അബദ്ധരാക്കിയിട്ടുള്ളതായി പല കഥകളിലുമുണ്ട്. ഒരു ദിവസം നമ്പൂരി ഒരു സ്തോത്രം ജപിക്കുമ്പോൾ പത്മനാഭമോഭരം പ്രഭു എന്ന് ചൊല്ലി. അത് കേട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂതിരി
വിധി മരപ്രഭുവല്ല അമരപ്രഭുവാണ്, പത്മനാഭ അഭരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലുക തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ മരപ്രഭുവുമാണ് എന്നൊരു അശരീരി വാക്ക് ശ്രീകോവിലിനകത്ത് നിന്ന് കേൾപ്പെട്ടു. അപ്പോൾ വിദ്വാൻ നമ്പൂരി അബദ്ധനായി തീർന്നുവെന്നുള്ളത് എടുത്തു പറയേണ്ടല്ലോ. പൂന്താനത്ത് നമ്പൂരിക്ക് ഉൽപ്പത്തി ഇല്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിനും ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു. എന്നു മാത്രമല്ല, ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കുവാൻ എല്ലാവർക്കും വളരെ കൗതുകമുണ്ടായിത്തീർന്നു. ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയുവാൻ പൂന്താനത്ത് നമ്പൂരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി തീർന്നു. അതുകൊണ്ട് വിദ്വാൻമാരായവർക്ക് നമ്പൂരിയോട് കുറേശ്ശെ അസൂയയും തോന്നി തുടങ്ങി. എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനത്ത് നമ്പൂരി തന്നെയായി തീർന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കുവാനും പൂന്താനത്ത് നമ്പൂരി അർത്ഥം പറയുവാനും തുടങ്ങി. വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങളും അവിടെ വന്നുകൂടി. അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം എന്ന കഥയായിരുന്നു. ഉൽപ്പത്തി ഇല്ലാതിരുന്നതിനാൽ നമ്പൂരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം പോലെയല്ലാതെ ശ്ലോകാർത്ഥം മനസ്സിലായിട്ടില്ലായിരുന്നു. അതിനാൽ രുക്മിണി കൃഷ്ണന്റെ അടുക്കിലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദിക്കിൽ നമ്പൂരി രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞു. ബ്രാഹ്മണന്റെ കയ്യിൽ ഒരെഴുത്തും കൊടുത്തയച്ചു എന്നർത്ഥം പറഞ്ഞു. എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാതായിരുന്നതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായൊരു നമ്പൂരി പൂന്താനത്ത് നമ്പൂരിയോട് എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പൂന്താനത്ത് നമ്പൂരി മറുപടി പറയുവാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചു. അപ്പോൾ ശ്രീകോവിലിനകത്തു നിന്ന് എഴുത്തു കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരെഴുത്തുകൂടി കൊണ്ടുവന്നിരുന്നു എന്നൊരു അശരീരി വാക്കും കേൾക്കപ്പെട്ടു. ഇത് കേട്ടപ്പോൾ ദുശ്ചോദ്യം ചോദിച്ച നമ്പൂതിരി വളരെ മധ്യമാവുകയും പൂന്താനത്ത് നമ്പൂരി സന്തോഷിക്കുകയും ശേഷമുള്ളവർ അത്ഭുതപ്പെടുകയും ചെയ്തു. ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂരിയെക്കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനമുണ്ടായിത്തീർന്നു. ക്ഷേത്രത്തിൽ പതിവായി നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേദജ്ഞാനന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ എത്രയുണ്ടായിരുന്നാലും പൂന്താനത്ത് നമ്പൂരിയെ മാന്യസ്ഥാനത്ത് ഒന്നാമനായിട്ടിരുത്തുക പതിവായി. ക്രമേണ ആരും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്തിരിക്കാമെന്നായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നു. നമ്പൂരിപ്പാട്ടിലേക്ക് ഊണ് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അതിനാൽ ക്ഷേത്രാധികാരിയായ നമ്പൂരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂരിപ്പാടിനെ ഇരുത്തണമെന്ന് നിശ്ചയിച്ച് പൂന്താനത്ത് നമ്പൂരി ആ സംഗതി അറിയാതെ പതിവ് പോലെ ഊടുകാലമായപ്പോൾ മാന്യസ്ഥാനത്ത് ഒന്നാമനായി പോയിരുന്നു. അപ്പോൾ ക്ഷേത്രാധികാരി പൂന്താനത്തോട് നമ്പൂരിയോട് പറഞ്ഞു, മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് താൻ ഇവിടെ ഇരിക്കുന്നത് ന്യായമല്ല. അതിനാൽ വേഗമെണീറ്റ് മാറിയിരിക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ചു തന്നിരിക്കുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായികയാൽ പൂന്താനത്ത് നമ്പൂതിരി എണീറ്റു മാറിയില്ല. അതിനാൽ ക്ഷേത്രാധികാരി അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചെണീപ്പിച്ചു. താൻ വേദാർഹനും വിദ്വാനുമില്ലാത്തവനുമായിട്ടാണല്ലോ താൻ ഇങ്ങനെ അപമാനിച്ചതെന്ന് വിചാരിച്ചിട്ട് പൂന്താനത്ത് നമ്പൂരിക്ക് വളരെ വ്യസനമുണ്ടായി. അദ്ദേഹം ഉടനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴും ശ്രീകോവിലിനകത്തു നിന്ന് പൂന്താനമിനി ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും ഇവിടെ വരികയും വേണ്ട, പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്നുകൊള്ളാം എന്നൊരു അശരീരി വാക്കുണ്ടായി. നമ്പൂരി അത് കേട്ട് സന്തോഷിച്ച് അപ്പോൾ തന്നെ തൻ്റെ ഇല്ലത്തേക്ക് പോകുകയും ചെയ്തു. നമ്പൂരി ഇല്ലത്ത് ചെന്നതിന് ശേഷം ഭഗവാൻ വന്ന് കണ്ടല്ലാതെ ഊണ് കഴിക്കുകയില്ലെന്ന് നിശ്ചയിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്പൂരിയുടെ ഇല്ലത്തെഴുന്നള്ളി. ഭക്തശിരോമണിയായ നമ്പൂരി ഭക്തവത്സലനായ ഭഗവാനെ തൻ്റെ ഇടതുഭാഗത്ത് പ്രത്യക്ഷമായി കണ്ടു. നമ്പൂരി ഉടനെ എണീറ്റ് ഭഗവാനെ സാഷ്ടാംഗമായി നമസ്കരിച്ച് വന്ദിച്ചു. അപ്പോൾ ഭഗവാൻ, ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തു അത്രയും പറയുകയും മറയുകയും ചെയ്തു. നമ്പൂരി ഭഗവാനെ കണ്ടതായ സ്ഥലത്ത് ഒരമ്പൽ പണിയിച്ച് അവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായി പൂജാനി വേദ്യോദാദികൾ കഴിച്ച് സേവിച്ചു. ആ സ്ഥലം നമ്പൂരി ഇരുന്നതിൻ്റെ ഇടതുവശത്തായിരുന്നതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിടുകയും ചെയ്തു. ഭാഗവതവും മറ്റും വായിച്ചു കേട്ടിട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭഗവത് സകൃതി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കുവാൻ ശക്തനായി തീർന്നു. പൂന്താനത്ത് നമ്പൂതിരിയും ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്തും സ്ഥിരവാസമാക്കിയതിനു ശേഷം
ഭഗവത് കാരുണ്യത്താൽ അദ്ദേഹത്തിന് ദീർഘായുസോടുകൂടിയ പുത്രസന്താനങ്ങൾ ധാരാളമായി ഉണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം ആർത്തപുത്ര മിത്രാദികളോടും ഭഗവങ്കൽ നിശ്ചയിച്ചതും സദൃഢവുമായ ഭക്തിയോടും കൂടി സുമുഖനാകും വണ്ണം ജീവിച്ചിരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 45 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 46 ആലത്തൂർ തമ്പി.